ഹലോ പ്രിയമുള്ളവരെ, മാലയോഗത്തിൻ്റെ 58-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഥ ഇപ്പോഴാണ് ഒരു സെൻട്രൽ പോർഷനിലേക്ക് എത്തിയത്. ഇനി അങ്ങോട്ട് കുറച്ച് നിഗൂഢതകൾ. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്താണ് കാര്യം, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്? നിങ്ങൾക്ക് ഇത്രയും ദിവസം കഥയുടെ ഒപ്പം വന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കിട്ടിയേക്കാം. അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മാലയോഗം തുടങ്ങാം. അത്താഴം വെങ്കിടയുടെ വീട്ടിൽ നിന്ന് കഴിച്ചതുകൊണ്ട് തന്നെ സുബ്ബലക്ഷ്മി നേരെ മുറിയിലേക്ക് പോയി വിഘ്നേശ് മുകളിലേക്കും. ഉണ്ണിമായ അടുക്കളയിൽ പോയി ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് ഹാളിലെ ടേബിളിൽ വെച്ചു. അവൾ പിന്നെയും അടുക്കളയിലേക്ക് തിരികെ പോയി തിളപ്പിച്ചാറ്റിയ കരിങ്കാലി വെള്ളം സുബ്ബലക്ഷ്മിയുടെ മുറിയിലും കൊണ്ടുവച്ച് കൊടുത്തു. ഹാളിലെ ടേബിളിൽ വെച്ച തണുത്ത വെള്ളമെടുത്ത് വെളിച്ചമൊക്കെ കെടുത്തി ഗോവണിപ്പടി കയറി. മുറിയിലെത്തുമ്പോൾ വിഘ്നേശ് ദേഹമൊക്കെ കഴുകി ഹെയർ ക്രീം തേച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഉണ്ണിമായ അവനോടൊന്നും മിണ്ടാതെ വാഷ് മുറിയിൽ കയറി. വാഷ്റൂമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഉടുത്ത സാരിയും ബ്ലൗസും അടിവസ്ത്രങ്ങളും അവൾ കയ്യിൽ മടക്കിയെടുത്തു വേറൊരു ചുരിദാർ ധരിച്ചിട്ടുണ്ട്. വിഘ്നേശ് തലക്ക് കൈ കൊടുത്ത് അവളുടെ പ്രവർത്തികൾ നോക്കിക്കണ്ട് ബെഡിൽ ചെരിഞ്ഞ് കിടപ്പുണ്ട്. പുറത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ടെന്നറിഞ്ഞതും ഉണ്ണിമായ ജനലോരം ചെന്ന് വാതിൽപ്പാളികൾ മലക്കെ തുറന്നു. നല്ല ടൈമല്ലേ ഉണ്ണിമായ? ചുണ്ടെന്ന് കോട്ടി വിഘ്നേശ് ബെഡിൽ ചമ്രം പടിഞ്ഞിരുന്നു. അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ മുഖം തിരിച്ചു കണ്ണാടിയിൽ നോക്കി തല തോർത്തി. എടോ, താനിവിടെ ഇരിക്കുക, വാ സംസാരിക്കട്ടെ. അവൾ ബെഡ് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോയത് വിഘ്നേശ് തിരികെ വിളിച്ചു. ഉണ്ണിമായ്ക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എന്നോട് പറയാട്ടോ. പേടിച്ചരണ്ട് നിൽക്കുന്നവളെ വരുതിയിലാക്കാൻ അവനൊരു നമ്പർ ഇട്ടു. അങ്ങനെ ഇന്ന ആഗ്രഹങ്ങളെന്നൊന്നുമില്ല. മനസ്സൊന്ന് ശാന്തമായതും അവൾ അവനരികിലിരുന്നു. എന്നാലും കുഞ്ഞിലെ നിറയെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അച്ഛനുള്ള കാലം അതെല്ലാം സാധിച്ചു തന്നിരുന്നു. അമ്മ മാത്രമായപ്പോൾ പിന്നെ ഒന്നും പറയാതെയായി. എന്നേക്കാൾ കഷ്ടമായിരുന്നു കേട്ടോ കവിതയുടെ കാര്യം. അവളുടെ അച്ഛന് അന്നുള്ള ചിലവിന് പോലും വകയുണ്ടായിരുന്നില്ല. എനിക്ക് അച്ഛൻ വാങ്ങിത്തരുന്ന മിഠായി ഞാൻ അവൾക്കും കൊടുക്കും. വിഘ്നേശ് കഥ കേട്ടങ്ങനെ മൗനമായിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ കഥകളല്ലേ ഉണ്ണിമായ? തൻ്റെ കവിത ഇപ്പോൾ ആ നാട്ടിലെ തമ്പുരാട്ടിയല്ലേ? വിഘ്നേശ് അവളുടെ കൈ തൻ്റെ മടിയിൽ വെച്ച് തലോടി. എന്നാലും ഏതൊരു കൊതിയും അത് ആഗ്രഹിക്കുമ്പോൾ തന്നെ കിട്ടുമ്പോൾ പ്രത്യേക സ്വാദാണ്. അന്ന് കഴിച്ച നാരങ്ങ മിഠായിയുടെ രുചി ഇന്ന് നാക്കിൽ കിട്ടുമോ? അവളുടെ നിസ്സഹായ മുഖത്ത് അന്ന് അനുഭവിച്ച ദുരിതകാലങ്ങളും കൂട്ടുകാരിയോടുള്ള കരുതലും കാണാമായിരുന്നു. ഓരോന്ന് ചോദിച്ച ഞാൻ തൻ്റെ മൂഡ് കളഞ്ഞോ? അവൻ നീങ്ങിയിരുന്നു. ഹേയ്. അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നാ പറ, ഉണ്ണിമായ്ക്ക് എന്താഗ്രഹമാണ് ഉള്ളത്? നമുക്കൊരു ലോങ് ട്രിപ്പ് പോയാലോ? ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രി? അവൻ്റെ ചോദ്യം കേട്ട് അവൾ അവനെ മിഴിച്ചു നോക്കി നിന്നു. വിടില്ലെന്ന ഭാവമാണല്ലേ? അവൻ മുമ്പിൽ വെച്ച വലിയ ഓഫർ കേട്ട് ഉണ്ണിമായ വെറുതെ പുഞ്ചിരിച്ചു. എനിക്ക് കടൽ കാണാൻ വലിയ ആഗ്രഹമാണ്. വിരഞ്ഞൊടിച്ചുകൊണ്ട് അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. കടലോ? ആ പറഞ്ഞതുപോലെ ഉണ്ണിമായയുടെ നാട്ടിൽ കടലില്ലല്ലോ അല്ലേ? താടയിൽ ഒഴിഞ്ഞു അവൻ തന്നെ ഓർത്തു പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെന്തെങ്കിലും മാഡം? അവൻ നെറ്റിച്ചുളിച്ച് അവളുടെ വാക്കുകൾക്കായി കാത്തു നിന്നതും അവൾ ചുമൽ കൊണ്ട് കൂച്ചി ഇല്ലെന്ന് പറഞ്ഞു. നാളെ തന്നെ പോയി കളയാം. വിഘ്നേശിന് ആവേശമായി. എഴുന്നേറ്റ് പോയി ഉണ്ണിമായ ബെഡ് സ്വിച്ച് ഓഫ് ചെയ്തു. ഇപ്പോൾ മുറിയിലേക്ക് ഗേറ്റിൻ്റെ ഇരുവശത്തായി വെച്ച ഗോളാകൃതിയിലുള്ള ലാമ്പിൽ നിന്ന് എത്തി നോക്കുന്ന അരണ്ട വെളിച്ചം മാത്രം. അവൾ വന്ന് കിടന്നതും 2 ബലമുള്ള കൈകൾ അവളെ കോരിയെടുത്തു അവനിലേക്ക് വലിച്ചിട്ടിരുന്നു. ഉണ്ണിമായ കുതറി മാറാൻ നോക്കും തോറും വിഘ്നേശിൻ്റെ കരങ്ങൾ അവളെ മുറുകെ പിടിച്ചു. വിക്കി ഏട്ട വിട്! അവൾ തിരിഞ്ഞു കിടന്നു കെഞ്ചി. ഗേറ്റിനരികിലായി കത്തുന്ന ബൾബിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവളുടെ തിളങ്ങുന്ന മിഴികൾ അവൻ തഴുകി വന്ന വിരലുകൾ അവളുടെ നാസികയിൽ തലോടി അവളുടെ ചെറുചുണ്ടിൽ സ്പർശിച്ചു. ഇങ്ങനെ കൊതിപ്പിക്കാതെടി പെണ്ണെ. ആ വിരലുകൾ വീണ്ടും സഞ്ചാരം തുടർന്നു. കഴുത്തിൽ തലോടി ചുരിദാറിൻ്റെ കഴുത്തിലൂടെ ആ വിരലുകൾ അവളുടെ മാറിടത്തിലെത്തിയതും ഉണ്ണിമായ അവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. അരുതെന്ന് അവൾ തലകൊണ്ടാട്ടിക്കേണു. വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവൾ എഴുന്നേറ്റിരുന്നു. ചെയ്തുപോയ കാര്യങ്ങൾ അല്പം കടന്നുപോയോ എന്ന ചിന്തയിൽ അവൾക്കൊപ്പം അവനും ഞൊടിയിൽ എഴുന്നേറ്റിരുന്നു. അവൾ പിടഞ്ഞെഴുന്നേൽക്കാൻ ശ്രമിച്ചതും വിഘ്നേശ് അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചിരുന്നു.
അവൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് മിഴിയോട് മിഴി കോർത്ത് ഒരു നിമിഷം ഇരുവരും നിന്നു. എന്താ നിന്റെ പ്രശ്നം ഉണ്ണിമായ? അവളുടെ കൈത്തോട് പറ്റിച്ചേർന്ന താലി അവൻ കൈകൊണ്ട് ഉയർത്തി. കൃഷ്ണഭഗവാന് മുമ്പിൽ സാക്ഷിയാക്കി ഞാൻ കെട്ടിയ താലിയല്ലേ ഇത്? അവൻ്റെ ആ നോട്ടത്തിനും ആ പറച്ചിലിനും വല്ലാത്തൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. ഒന്നും പറയാൻ കിട്ടാതെ വാക്കുകൾ അവളുടെ തൊണ്ടയിൽ കുരുങ്ങി അങ്ങനെ നിന്നു. ഈ ഉണ്ണിമായ വിഘ്നേഷിൻ്റെ ഭാര്യയാണെന്ന് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ ഈ ദേഹത്ത് തൊടുന്നതിൽ നിനക്കെന്താണ് ഇത്ര പ്രശ്നം? അവൾ അപ്പോൾ ചെയ്ത പ്രവൃത്തി അവനുള്ളിലെ പുരുഷനെ വല്ലാതെ അവഗണിച്ചതുപോലെയായി. ഈ അനുഭവിക്കുന്ന അത്രയും എനിക്ക് അർഹതപ്പെട്ടതാണോ എന്ന ചിന്തയാ ഉള്ളു നിറയെ. എനിക്ക് കുറച്ചുകൂടെ സമയം തരണം വിക്കേട്ടാ. വളരെ ഭയന്നാണ് അവൾ അത് പറഞ്ഞത്. അവൻ്റെ ഉള്ളിലേറി വന്ന അരിശം ഒരുവിധം തണുത്തുറഞ്ഞിരുന്നു. എന്തോ കാണിക്ക് എന്നും പറഞ്ഞവൻ പുതപ്പ് തലവഴി മൂടി. സിരകളിൽ തിളച്ചു വന്ന രക്തവും ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ കാമവും കെട്ടടങ്ങി. ദേ കിടക്കുന്നു വെട്ടിയിട്ട വാഴത്തണ്ട് പോലൊരുത്തൻ. നിറഞ്ഞൊഴുകുന്ന മിഴികൾ തുടച്ചും മൂക്ക് വലിച്ചും അവൾ അവൻ്റെ കാൽച്ചുവട്ടിലിരുന്നു. അപ്പോഴേക്കും ചാറ്റൽ മഴയ്ക്ക് വാശി കൂടിയിരുന്നു. മഴക്കൊപ്പം എത്തിയ ശക്തിയുള്ള കാറ്റ് വാതിൽപ്പാളികളെ തുറന്നും അടച്ചും കൊണ്ടിരുന്നു. ഉണ്ണിമായ വേഗം എഴുന്നേറ്റ് ആടിയുലയുന്ന ജനൽപ്പാളികളിൽ പിടിച്ചു ഉള്ളിലേക്ക് വലിക്കാൻ നിന്നതും പെട്ടെന്ന് വന്ന മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു ഒരു രൂപം. കറുത്ത റെയിൻകോട്ട് കൊണ്ട് ദേഹം മുഴുവൻ മറച്ച ഒരാൾ ആ ടെറസിൽ പെരുമയത്ത് നിൽക്കുന്നു. പേടിച്ചു വിറച്ച ഉണ്ണിമായ കൈവേഗം ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു. വിഘ്നേഷ് ഉണ്ണിമായുടെ പെട്ടെന്നുള്ള നിലവിളിയിൽ വല്ലാതെ ഞെട്ടിപ്പോയിരുന്നേ. അവൻ മുഖത്ത് പുതപ്പ് മാറ്റി ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും അവൾ വാ പൊത്തി വിറച്ചുകൊണ്ട് പിറകിലേക്ക് നടന്ന് ഭിത്തിയിൽ തട്ടി താഴേക്ക് ഊർന്നിരുന്നു. അപ്പോഴും ആ മനുഷ്യരൂപം ആ ജനലിനടുത്ത് തന്നെ നിന്നു. ഉണ്ണിമായ! ആദിയോടെ വിഘ്നേഷ് അവളെ താങ്ങിയെടുത്ത് നിർത്തി നെഞ്ചിലേക്ക് ചേർത്തു. അവിടെ ഒരാള്! ഭീതി നിറഞ്ഞ മിഴികളോടെ ഉണ്ണിമായ ജനലിനരികിലേക്ക് വിരൽ ചൂണ്ടി. ആളോ? ഉണ്ണിമായെ ബെഡിലേക്ക് ഇരുത്തി ജനലിനരികിലേക്ക് പോകുന്ന വിഘ്നേഷിൻ്റെ കൈത്തണ്ടയിൽ അവൾ പിടുത്തമിട്ട്. ഒന്നുമില്ലടാ, ഉണ്ണിമായ്ക്ക് തോന്നിയതാകും. മഴയല്ലേ, വല്ല കമ്പോ ചുള്ളിയോ ടെറസിലേക്ക് വീണിട്ടുണ്ടോയെന്നറിയില്ലല്ലോ. വിഘ്നേഷ് അവളുടെ കൈ തൻ്റെ കൈത്തണ്ടയിൽ നിന്നും വേർപ്പെടുത്തി ബെഡ് സ്വിച്ചിട്ട് വെളിച്ചം ഇട്ടുകൊണ്ട് ജനലിൻ്റെ അടുത്തേക്ക് പോയി. മേശയ്ക്ക് മുകളിൽ ഇരിക്കുന്ന ടോർച്ചും കയ്യിൽ പിടിച്ച് ജനൽപ്പാളികൾ മുഴുവൻ തുറന്നു. ഇവിടെയൊന്നും ആരുമില്ല എൻ്റെ പൊന്നുണ്ണിമായേ. നീ കണ്ടത് ആ കാറ്റാടിമരത്തിൻ്റെ കൊമ്പോ മറ്റോ ആകും. അവൻ ടോർച്ച് ലൈറ്റ് അണച്ച് ജനൽപ്പാളികളും ചേർത്ത് പിടിച്ച് കുറ്റിയിട്ടു അവളുടെ അരികിലേക്ക് വന്നു. അവനങ്ങനെ ഉറച്ചു പറഞ്ഞപ്പോൾ പിന്നെ അവൾക്കും സംശയമായി. എങ്കിലും ഉണ്ണിമായ്ക്ക് അവളുടെ കണ്ണുകളെ അവിശ്വസിക്കാൻ തോന്നിയില്ല. വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന അവനെ അവൾ ബലമായി പിടിച്ചു വലിച്ചു. വേണ്ട ഏട്ടാ, എനിക്ക് പേടിയാകുന്നു. എടോ, അമ്മയുടെ അടുത്തൊന്ന് പോയി നോക്കി വരാം. എന്നാൽ ഞാനും വരുന്നു. വിറക്കുന്ന കാലുകൾ എടുത്തു വെച്ച് അവൻ്റെ കൂടെ ഗോവണി ഇറങ്ങുമ്പോഴും മുന്നിൽ കണ്ട ആ രൂപം അവളുടെ കണ്ണിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. സുബ്ബലക്ഷ്മിയുടെ മുറി തുറന്നു. മുറിയിലേക്ക് ടോർച്ചടിച്ചു നോക്കി. കൈത്തണ്ടയിൽ തല വെച്ചിറങ്ങുന്ന അവരെ കണ്ടതും ആശ്വാസത്തോടെ അവൻ ആ വാതിലടച്ചു. വിഘ്നേഷ് ഉമ്മറവാതിൽ തുറക്കാൻ പോകുമോ എന്ന പേടിയിൽ ഉണ്ണിമായ അവൻ്റെ ഇടുപ്പിൽ തന്നെ കൈയിട്ട് നിന്നു. ചിരിയോടെ അവൻ വീണ്ടും ഗോവണിപ്പടികൾ കയറാൻ തുടങ്ങിയതും അവൾ പിറകെ ഓടി. മുറിയിലെത്തിയിട്ടും മിഴിനീറൊലിച്ച കണ്ണും കവിളുമായി അവൾ ആ ബെഡിലിരുന്ന് ചുറ്റും നോക്കി. മര്യാദക്ക് ഞാൻ പറഞ്ഞതാ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നോന്ന്. അപ്പം മൊട. നെറ്റി ഉയർത്തി അവളുടെ കവിളിനൊരു കുത്തു കൊടുത്തതും ഉണ്ണിമായ ഞെട്ടിത്തരിച്ചു. ഉണ്ണിമായ എന്താ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ പേടിച്ചാലെങ്ങനെ മനുഷ്യർ ജീവിക്കുക? ഇനി പുറത്ത് വല്ല കള്ളനുമുണ്ടെന്ന് തന്നെ വെക്കട്ടെ. അയാൾ ഇവിടെ വന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോകട്ടെ. ഞാൻ ഉറങ്ങാണ്. കൊച്ചു പിള്ളേരുടേതെന്ന പോലെ പറഞ്ഞിട്ട് ഉണ്ണിമായ്ക്ക് അതും പിടികിട്ടിയില്ല. അവൾ മുട്ടുകുത്തി ചെന്ന് മുഖത്തേക്ക് പുതപ്പ് മൂടി കിടക്കാൻ ഒരുങ്ങുന്നവൻ്റെ പുതപ്പ് വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നവൾ. പൊടുന്നനെയുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ നടുങ്ങിപ്പോയി വിഘ്നേഷ്. കൊതിയെല്ലാം കെട്ടടങ്ങിയിട്ട അവളുടെ ഒരു മുട്ടിയുരുമ്മൽ. അവൻ മനസ്സിൽ പിറുപിറുത്തെങ്കിലും മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കറങ്ങുന്ന ഫാനിനെ അന്തം വിട്ട് നോക്കി കിടക്കുന്നവളുടെ കഴുത്തിലൊന്ന് ചുംബിച്ചു അവിടെ തന്നെ തലവെച്ച് കിടന്നു. അവളെ ഉന്തിയും കുരുക്കിയും ബെഡിൻ്റെ ഹെഡ് ബോർഡിൽ വെച്ച തൻ്റെ ഫോൺ കൈയെത്തിപ്പിടിച്ചു വിഘ്നേഷ്. സ്ക്രീനിലെ പച്ച വെളിച്ചത്തിൽ നമ്പർ ഡയൽ ചെയ്തു അവൻ കാതോരം വെച്ചു. ഹലോ, പോലീസ് സ്റ്റേഷൻ. മറുഭാഗത്ത് നിന്നുള്ള ശബ്ദം അവളും കേട്ടു.
വിഘ്നേഷ് അവനെ പരിചയപ്പെടുത്തിയും ജനലിനരികിൽ ആളനക്കം കേട്ട കാര്യവുമൊക്കെ വളരെ വ്യക്തതയോടെ അവൻ ആ പോലീസുകാരനോട് പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി അവൾ കാതുകൂർപ്പിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഒടുക്കം വീടിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു അവൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ വെച്ച് നോക്കുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നവളെ കണ്ടതും എന്നും ഇതുപോലൊരു കള്ളൻ വന്നിരുന്നെങ്കിലെന്ന് അവൻ മനസ്സാ ആഗ്രഹിച്ചു പോയി. അതേ, അമ്മ ഇക്കാര്യമൊന്നും അറിയണ്ട കേട്ടോ, അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് തലോടിക്കൊണ്ടവൻ പറഞ്ഞു. അങ്ങ് ദൂരെ കുന്നിമണി ഗ്രാമത്തിലെ ഇലഞ്ഞിത്തറ മഠത്തിൻ്റെ തൻ്റെ മുറിക്കുള്ളിൽ ഭാര്യയുടെ നിറവയറും തലോടിക്കൊണ്ടിരിക്കുന്നൊരുവൻ. ഇതിപ്പോൾ 4 കഴിയാറായില്ലേ കവിതേ, നാളെ ഞാൻ ലീവ് എടുക്കാം, എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. ഭരതൻ പറയുന്നത് കേട്ട് കവിത കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരി നേരെ ഇരുന്നു. 5 പോകാം, അല്ലെങ്കിൽ 6, തുടക്കത്തിൽ പോകാം. കവിത അവളുടെ മോതിരം തിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നൊക്കെ നീയാണോ തീരുമാനിക്കുക? നിനക്കെല്ലാം കുട്ടിക്കളിയാ, പറഞ്ഞതങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഭരതൻ ക്ഷുഭിതനായി. എനിക്ക് വയ്യ ഭരതേട്ടാ, ആ ഗുളികയൊക്കെ വിഴുങ്ങാൻ. ഓർക്കുമ്പോഴേ ഓക്കാനും വരിക. കവിതക്ക് നാക്ക് നീട്ടി കഴുത്തിൽ പിടിച്ചു. പിന്നെ അമ്മയും പറഞ്ഞു ഇങ്ങനെ വെറുതെ ഇംഗ്ലീഷ് ഗുളിക കഴിക്കണ്ട എന്ന്. അമർഷം അരിച്ചു വരുന്ന ഭരതൻ്റെ മുഖത്തേക്ക് അവൾ ഉറ്റുനോക്കി. നിൻ്റെ അമ്മ MBBS എത്ര റാങ്കാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ, കുഞ്ഞിൻ്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. നിനക്ക് കഴിക്കാൻ പറ്റാത്ത ഗുളിക ഏതാണെന്ന് വെച്ചാൽ ഡോക്ടറോട് പറഞ്ഞാൽ മതി, അവരത് മാറ്റിത്തരും. എന്ന് വെച്ച് ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റില്ല. ഭരതൻ അവൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എന്തായാലും നാളെ വേണ്ട ഭരതേട്ടാ. അതെന്താ? നാളെ ഉണ്ണിമായയും ഭർത്താവും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അമ്മയുടെ നാട്ടിലെ കല്യാണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ് വന്നാൽ ഉടനെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞതാ. അവൾ ആനന്ദത്തോടെ പറയുന്നത് ഭരതൻ കേട്ടിരുന്നു. ഓ വയർ ഷോ. ഭരതൻ നാക്ക് കടിച്ചു നീട്ടി വെച്ച് അവളുടെ കാൽ തിരുമ്മിക്കൊടുത്തു. കൂട്ടുകാരി വരുമോ എന്നുറപ്പിക്കാൻ നീ രാവിലെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. എന്നോ വരുന്ന കൂട്ടുകാരിക്കും വേണ്ടി ഇവിടെ ഹോസ്പിറ്റലിൽ പോക്കും മാറ്റി വെച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അവൻ ഉടുതുണി നേരെയിട്ട് മലർന്നു കിടന്നു. അവളോട് തൻ്റെ അരികിലേക്ക് കിടക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചതും പുഞ്ചിരിയോടെ അവൾ നീങ്ങിയിറങ്ങി അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ഏട്ടനിപ്പോൾ എന്നേക്കാൾ സ്നേഹം കുഞ്ഞുവാവയോടാണല്ലേ? ആ അതെ. അവളുടെ ചോദ്യം വ്യക്തമായി കേൾക്കുന്നതിന് മുമ്പേ അവൻ മറുപടി പറഞ്ഞിരുന്നു. കണ്ണ് നിറഞ്ഞതും അവൾ മുഖം തിരിച്ചു കിടന്നു. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ നിനക്ക് ഭ്രാന്താണോ? അവൻ അവളുടെ കവിളോടം ചേർന്ന് തലവെച്ചു. എത്ര നാളായി എന്നോടൊന്ന് മുഴുപ്പിക്കാൻ അവൾക്ക് നാണം തോന്നി. അവൾ നിർത്തിയില്ല. ഓ അതാണോ കാര്യം? വയറ്റിൽ കുഞ്ഞുവാവ ഇരിക്കുമ്പോൾ എനിക്കെന്തോ പോലെ. ആളിങ്ങ് പുറത്ത് വന്നോട്ടെ. പിന്നെ എന്നും. ഭരതൻ അവളുടെ കവിളിൽ ഉമ്മ വെച്ച് കാതിലൊന്ന് കടിച്ച് നെഞ്ചോട് ചേർത്തു അവളെ പിടിച്ചു കുലുക്കി കിടന്നു. തുടരും. ഭരതൻ കറക്റ്റല്ലേ കൂട്ടുകാരെ? ആണോ? ഭരതൻ കുറച്ച് ഓവറാവുന്നുണ്ടോ? ഭാര്യയോട് സ്നേഹവും കരുതലും ഒക്കെ കൂടുമ്പോൾ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെ കമൻസ് പറയണേ. ഓക്കെ, താങ്ക് യു.